നീ അങ്ങോട്ട് നോക്കി ബൺ മസ്ക ട്രെൻഡ് അല്ലേ കഴിച്ച ആ സ്ഥാനത്ത് നിങ്ങളെ കൊല്ലാൻ പറ്റൂട്ടോ. കരണിന്റെയും ശ്രീലക്ഷ്മിയുടെയും ബൺ മസ്കയും ചായയും അങ്ങനെ ട്രെൻഡായിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ന് കൊച്ചിയെ സംബന്ധിച്ച ഹിറ്റായിരിക്കുകയാണ്. അതെനിക്കിഷ്ടമില്ല. ബൺ മസ്ക ട്രെൻഡ് അല്ലേ കഴിച്ച ആ സ്ഥാനത്ത് നിങ്ങളെ കൊല്ലാൻ പറ്റൂട്ടോ. നീ ഏതായാലും പറയും, ബാക്കിയോടെ പറയും. അത്യാവശ്യം വില കുറഞ്ഞ ബട്ടൺ ഒരു 600 രൂപയാണ്. പ്രോപ്പറായിട്ടൊരു ബൺ മസ്ക ഉണ്ടാക്കാൻ ബേസിക് ഇൻഗ്രീഡിയന്റ് കോസ്റ്റ് മാത്രം മേബി 50. പിന്നെ എങ്ങനെയാണ് ഇപ്പൊ വിറ്റുകൊണ്ടിരിക്കുന്ന വിലക്ക് അതൊക്കെ വിൽക്കാൻ പറ്റാം? ബട്ടറിൽ ഉപയോഗിക്കുന്നത് ഡാൽഡയാണോ? അതൊന്നുമല്ല. അതിനേക്കാളും വില പറഞ്ഞ സാധനമുണ്ട്, മാജറിങ്. ഒരു കിലോയ്ക്ക് 80 ചില്ലറ രൂപയുള്ളൂ. ബട്ടറിനെക്കാളും കാണാൻ ഫിനിഷിംഗ്, സ്പെൽ പറ്റിയ, സോഫ്റ്റ്, പൊളിയ. അതല്ല ഉദ്ദേശം. സാധനം കഴിച്ചു കഴിഞ്ഞാൽ ചെറുതായിട്ട് കത്തു. നിങ്ങൾ ഈ പറയുന്നത് നാട്ടുകാർക്ക് അങ്ങനെ ഒരു അഭിപ്രായമില്ലല്ലോ. ഒരു തവണ കഴിച്ചാലല്ല, സ്ഥിരമാക്കണ്ട. ഈ ഫ്രഞ്ച് ഫ്രൈസ് ഒക്കെ ജങ്ക് ഫുഡാണ് അറിഞ്ഞുകൊണ്ട് നമ്മൾ ജങ്ക് ഫുഡ് കഴിക്കുന്നത്. പക്ഷെ ബൺ മസ്ക് ഒന്നും അങ്ങനെയല്ല. കലിപ്പ് തീരണില്ലല്ലേ? പലരും തെറ്റുപിടിക്കുന്നത് ബണ്ണും ബട്ടറും ആണ്. സത്യമാണെങ്കിലും എനിക്ക് അംഗീകരിച്ചു കൊടുക്കാൻ പറ്റുമോ? നല്ല പ്യൂർ ബട്ടറും വെച്ച് നല്ല ബണ്ണും വെച്ച് ബാക്കി നല്ല സെറ്റപ്പിൽ ചെയ്യണമെങ്കിൽ നല്ല വിലക്ക് കിട്ടണ്ടേ? അപ്പൊ ശരിയാണ്, ബൺ മസ്കക്ക് നിങ്ങളെ കൊല്ലാൻ പറ്റും. പക്ഷെ നമ്മൾ ഉപയോഗിക്കുന്നത് ഫ്രം ദ സ്റ്റാർട്ട്. നിങ്ങൾ എല്ലാ വീഡിയോസിലും കണ്ടിട്ടുണ്ടാവും, ഉറക്കം വരുന്നു. അമൂലിന്റെ ബട്ടർ അമൂലിന്റെ ഡിസ്ട്രിബ്യൂട്ടറുടെ നിന്ന് മേടിക്കുന്നതും കണ്ടിട്ടുണ്ടാവും, സ്റ്റോക്ക് ചെയ്യുന്നത് കണ്ടിട്ടുണ്ടാവും. ഞങ്ങള് പ്യുവർ ബട്ടറാണ്. ചീസിന്റെ കൂടാരം കാണാം, അത് തിരാമിസു സ്റ്റാർട്ട് ചെയ്തോണ്ട് അത് നല്ല ബെസ്റ്റ് ക്വാളിറ്റി ചീസ് യൂസ് ചെയ്യുന്നത്. അപ്പോ ക്വാളിറ്റി കാര്യത്തിൽ ഞങ്ങൾക്ക് ജസ്റ്റ് ഇതൊന്ന് കാണിച്ചെന്നെ തോന്നി. നിങ്ങൾ എന്തിനാണ് ഈ ബൺ മസ്ക കേൾക്കുന്ന പാവങ്ങളെ പറ്റി ഇങ്ങനെയൊക്കെ പറയുന്നത്? അവരുടെ ഇൻഗ്രീഡിയൻസ് അങ്ങനെയാണ് ഇങ്ങനെയാണ്. അവർ പാവങ്ങളല്ല, അവർ നന്നായിട്ട്. ഈ 2 ദിവസം കൂടി നാട് മൊത്തം ഞാൻ മാറി. ഒരു പാവപ്പെട്ടന്റെ കട പൂട്ടിക്കാൻ നോക്കിയാ മലരെന്ന് പറഞ്ഞു. ഒരു പരിചയമില്ലാത്ത ആൾക്കാരെ വിളിച്ച് തെറി. എന്നാ പിന്നെ ഞാൻ മറ്റേ എടുക്കട്ടെ. മറ്റേത് മിൽക്ക് എന്ന് പറയുന്ന സാധനം ഭയങ്കര കുഴപ്പമാണ്. 30% ഇന്ത്യക്കാർക്ക് മാത്രമേ പാല് നന്നായി ദഹിപ്പിക്കാൻ പറ്റുള്ളൂ ഇന്ത്യൻ സബ് കോണ്ടിനെന്റ്. 70% പേര് അത് കഴിച്ചു കഴിഞ്ഞാൽ ഭയങ്കര പ്രശ്നത്തിലാവും. സബ്സ്ക്രൈബ് ചെയ്യാമോ? മതിയോ?